എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. രാജു പി നായർ, ഇവിടെ കൂർലോസ് തിരുമേനി എന്ന് പറയുന്നത് നിങ്ങളുടെ തോന്നിവാസം. ശരി, രാജു പി നായർ, ഇവിടെ കൂർലോസ് തിരുമേനി എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു വൈദികനാണ്. ഇപ്പോൾ എന്തായി കിട്ടിയപ്പോ മതിയായില്ലേ എന്ന് പറഞ്ഞാൽ പിണറായിയെ നോക്കി കാലം കാത്തുവെച്ച നേതാവ് എന്നൊരു പ്രളയ സമയത്ത് പറഞ്ഞ ആളാണ്. CPM-ന്റെ നയങ്ങൾക്ക് വോക്കലായി ഇറങ്ങി നിൽക്കുന്ന മനുഷ്യനാണ്. ഒരൊറ്റ വിയോജിപ്പേ പറഞ്ഞുള്ളൂ, അദ്ദേഹം വിവരദോഷിയായി. അതൊരു ശരിയായ പണിയല്ല. ചാപ്പയാണ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്പകൾ പുതുമയല്ല. എനിക്ക് അതിനായിട്ടുള്ള പല ചാപ്പകളെ കുറിച്ച് എനിക്ക് എണ്ണി പറയാൻ കഴിയും. അത് ചോദിക്കുമ്പോഴേക്കും ഉടനെ വസീഫ് നീ അങ്ങ് വിളിക്കും. ഉടനെ വസീഫ് കോൺഗ്രസിന്റെ PR ടീമിൽ നിന്ന് എന്തോ വാങ്ങി ചെയ്യുന്ന എന്താണ് ആളങ്ങാക്കും. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ഈ മറുപടി വസീഫിന്റെ മറുപടി അല്ല, അദ്ദേഹത്തിന്റെ സംഘടനയുടെ മറുപടിയാണ്. രാജു പി നായർ എന്നോട് മാത്രമല്ല, വിയോജിക്കുന്ന എല്ലാവരോടും. ഞാൻ ആദ്യം പറയട്ടെ, ഞാനൊരു കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള നിലക്കല്ല മറുപടി. പക്ഷേ ഈ രാജ്യം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന താങ്കൾ വ്യക്തിയല്ല സർ, താങ്കൾ CPM-ന്റെ പ്രതിനിധിയാണ്. ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ? ആചാര്യനാണ് എന്ന് ശ്രീകണ്ഠൻ നായർക്ക് അഭിപ്രായമുണ്ടോ? ഏതെങ്കിലും സൈബർ ഇടത്തിൽ എഴുതുന്ന ആളുകൾ CPM-ന്റെ ആചാര്യനാണ് എന്ന് തള്ളി പറയൂ വസീഫെ, ധൈര്യം ഉണ്ടോ തള്ളി പറയാൻ? കാളയെ കയറൂരി വിടുന്ന പോലെ കാലത്ത് വിടുന്നു പോകും. മര്യാദയോട് കാണിക്കുന്നതിന് തള്ളി പറയാൻ ധൈര്യം ഉണ്ടോ വസീഫിന്? എന്നിട്ട് പറ, CPM-ന്റെ ആൾക്കാരല്ല പറയുന്നതിനനുസരിച്ച് തള്ളി പറയുന്ന ആളൊന്നല്ലേ? തള്ളി പറയില്ല. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. തള്ളി പറയില്ല സർ, തള്ളി പറഞ്ഞ ചരിത്രമില്ല. ആളുകളല്ല ഞങ്ങൾ, തള്ളി പറഞ്ഞ ചരിത്രം. എന്നാ പിന്നെ അവരെ പറയുന്ന ആളുകളാണ് ഞങ്ങൾ. സാർ അവരെ ഓൺ ചെയ്, അതിനോട് ധൈര്യം കാണിക്കും. നീ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയ കിണറ്റി പോകുന്നവനാ. തള്ളി പറയില്ല, ഓക്കെ, എന്നാ അവരെ ഓൺ ചെയ്, അതിനോട് ധൈര്യം കാണിക്കും. പരസ്യമായിട്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ ഞാൻ താങ്കൾ തന്നെ പറഞ്ഞു. ഒരു മണ്ടൻ. പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലെന്താ തെറ്റ്? താങ്കളുടെ കണ്ടന്റ് താങ്കൾ തന്നെ മറുപടി പറഞ്ഞു. ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോ വീട്ടിലാന്ന് അങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയും. ഇവരെ നിങ്ങൾ ഓൺ ചെയ്യുകയാണ്. ഇവരെ നിങ്ങൾ ഓൺ ചെയ്യുകയാണ്. ഇവർ CPM-കാരാണ്. പറയേണ്ട രീതിയിൽ തന്നെ പറയും. അതെ, അപ്പൊ പിണറായിയുടെ ആശീർവാദത്തിലാണ് ഇവർ ഈ വിവരദോഷം പറയുന്നത്. എന്താ രാമാ ഞാൻ ഈ കേക്കണേ? താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ, നന്ദി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സർ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ഇക്കാര്യം. താങ്കൾ തന്നെ സമ്മതിക്കുന്നല്ലേ? മാന്ത് ഈ ഇറയത്ത് വന്ന് കിടക്കണ്ടല്ലേ, നമുക്ക് മാന്തന്റെ ചൊറിയേണ്ടി വന്നത് മതി, ഇന്നത്തോടെ മതി. വന്നപ്പോ മുതൽ തന്നെ ആചാര്യൻ സാർ ഈ ആചാര്യന്മാരെ പിണറായിയുടെ ആശീർവാദത്തിലാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞ സമ്മതിച്ചായി. താങ്കളായി ഇപ്പൊ താങ്കളുടെ തന്നെ വാദത്തെ തോപ്പിച്ചത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് കൂടുതൽ വെച്ചോണ്ടിരിക്കാതെ ഓടിക്കുന്നതാണ്. വസീഫെ, താങ്കൾ തന്നെ ഉന്നയിച്ചു ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല. ഏറ്റവും ഒടുവിൽ താങ്കൾ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളിൽപ്പെട്ടവരാണെന്ന്. താങ്കൾ തുടങ്ങിയ വാദം താങ്കൾ തന്നെ വാദിച്ചു തോപ്പിച്ചു വസീഫ്. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഡയഫ്രം കളഞ്ഞ അണ്ണനെ പോലെ തിരിച്ചു വരുന്നത്. അത് പറഞ്ഞിട്ട് പോവാം. അത് ഇങ്ങനെ ഒരു തർക്കമായത് കൊണ്ടാണ് രാജേട്ട ഒരൊറ്റ മിനിറ്റ്. ആഷ്മി ഇവിടെ പറഞ്ഞു CPM-ന്റെ സൈബർ ആചാര്യൻ എന്ന്. ഞാൻ അതിനെയാണ് ഖണ്ഡിച്ചത്. എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു സൈബർ ആചാര്യൻ ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. ആഷ്മി, ഇനിയും അങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൈബർ ആചാര്യൻ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ഞങ്ങളുടെ തലയിൽ ചാർത്താൻ ശ്രമിക്കരുത്. അത് മാത്രമേ മനസ്സിലായിട്ടുണ്ടല്ലോ. തന്റെ കാര്യം ഞാൻ ഏറ്റു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ പരസ്യമായി പറഞ്ഞു. എന്താ ചിരിക്കുന്ന? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. അത് ഈ നാട് പരിശോധിക്കേണ്ടതല്ലേ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാ ചോദ്യം. ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ആ ചോദ്യം നിങ്ങൾ തന്നെയാണ് ചോദിക്കേണ്ടതും. കാരണം എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് പിന്നീടാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ പിന്മാറുന്നു എന്ന് ഒരു ഘട്ടത്തിൽ അതിന്റെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നു. അവൻ പറഞ്ഞ നേരാ. ആ പ്രസംഗങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് മതരാഷ്ട്രവാദം എന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറയുന്നില്ലെന്ന് പറഞ്ഞത്. അത് നാളെ അവർ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വേറെ നമുക്ക് നടത്താവുന്നതാണ്. പക്ഷെ അവരുടെ മുമ്പിൽ അവർ പറഞ്ഞൊരു കാര്യത്തിൽ പഴയ കാലത്ത്
കാലത്തെ പോലെ ഞങ്ങൾക്ക് ഇപ്പൊ ചിന്തയില്ല. അവർ രൂപീകരിച്ചത് വെൽഫെയർ പാർട്ടിയാണ്. ആ വെൽഫെയർ പാർട്ടിക്ക് വേറൊരു സംഘടനാ സംവിധാനമാണ്. ആ സംഘടനാ സംവിധാനത്തിലുള്ളവരാണ് UDF ഇപ്പൊ പിന്താങ്ങുന്നത്. അത് 2019 പിന്താങ്ങി. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. മറ്റുള്ള 2021 പിന്താങ്ങി നമ്മളെ ചർച്ച ചെയ്തില്ലല്ലോ. ഇത് നിലമ്പൂർ ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത് മലപ്പുറം ജില്ല ആയതുകൊണ്ടും മലപ്പുറം ജില്ലയെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവനകളുള്ളതുകൊണ്ടും മലപ്പുറം ജില്ലയെ കുറിച്ച് CPM-ന്റെ നേതാക്കൾ പല ഘട്ടത്തിൽ നടത്തിയ അഭിപ്രായങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ UDF-ന് ഒരു നിലപാടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ചർച്ചയെ പറഞ്ഞില്ല. ഇവിടെ ഗോവിന്ദ മാഷിന്റെ ഒരു നിലപാടില്ലായ്മ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, നുണ പറഞ്ഞു പോയത് സർ. അങ്ങേ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ സതീശനേക്കാൾ മോശമായ രീതി പറഞ്ഞു പോയത്. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അല്ലല്ല എന്റെ കാര്യം വിട്, എന്നെ നിങ്ങൾ വിടും. അല്ല എന്റെ കാര്യം വിട്. ഞാൻ അല്ലല്ല ഒരു മിനിറ്റ്, അല്ലല്ല ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതല്ല. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങളില്ലെന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കുന്ന കാര്യമല്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത സമയങ്ങളല്ലേ വെറുതെ. അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ചുമ്മാ സമയം കളയുന്നില്ല. ആ ഹിന്ദു പത്രത്തിൽ തന്നെ അങ്ങനെയല്ല. പാകിസ്ഥാൻ ആകുമെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കൾ ആര്യാടൻ മുഹമ്മദാണ്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അങ്ങനെ പറഞ്ഞു പോലെ, അങ്ങനെ നുണ പറഞ്ഞു പോലെ. കുട്ടി പാകിസ്ഥാൻ മലപ്പുറം ആക്ഷേപിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തത് കോൺഗ്രസാ. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഒരു ചോദ്യം എന്നുള്ളത് ഞാൻ ശ്രീ എൻ ശ്രീകുമാറോട് അനുവാദം ചോദിച്ച് അങ്ങയിലേക്ക് വന്നതാണ്. അതങ്ങ് ദുരുപയോഗം ചെയ്യരുത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഈ ചരിത്ര സത്യങ്ങൾ പുറത്തു വരുമ്പോഴേ ഇപ്പൊ ഗോവിന്ദ മാഷ പറഞ്ഞൊരു ചരിത്ര സത്യം നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുള്ളത് ശരിയാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. മാനകെട്ടവന് മര്യാദ വേണ്ടി. കാരണം വെച്ചാൽ ആ ചരിത്ര സത്യം അവിടെ നിലനിൽക്കുകയാണ്. എന്ത് RSS-മായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അതുകൊണ്ട് ഒറ്റ ഭാഗത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഇത് പുലിവാലാവട്ടെ അംസക്ക, നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിരുന്നു. അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ ഇടപെടില്ല പ്ലീസ്. നിങ്ങൾ ഇടപെടില്ല. നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്നാളി പടരട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. 1980 കോൺഗ്രസ് ജനതാ പാർട്ടിയുമായി സഹകരിച്ചു, ജനസംഘവുമായി സഹകരിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിട്ട് അതേ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജയിച്ചു. ആരായി ഞങ്ങള്? കോൺഗ്രസിന്റെ AK ആന്റണിയുടെ ഗ്രൂപ്പ് അതിലുണ്ട്. VC കബീർ ഒറ്റപ്പാലത്ത് ജയിച്ചു. മുഖ്യമന്ത്രി പറയാ ആരായിരുന്നു VC കബീർ? കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? കോൺഗ്രസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അക്കാലത്തെ കോൺഗ്രസ് 2 കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഒന്ന് കോൺഗ്രസ് U, ഒന്ന് കോൺഗ്രസ് I. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അത് ഒളിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോ അതാ പറഞ്ഞേ, ഭൂതകാലത്തിലേക്ക് പോയാൽ CPM വല്ലാത്ത അസ്വസ്ഥയിലേക്ക് വരും. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.